യെസ് നിലിമ, അസമിൽ ഇന്നൊരു പുതു ചരിത്രം എഴുതിയിരിക്കുകയാണ്. ആലോചിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ പ്രധാനമന്ത്രി വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ചൈനീസ് അതിർത്തിയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ദിബ്രുഗഡിലെ മൊറാൻ ബൈപ്പാസിലെ ഹൈവേ റൺവേയിൽ പ്രധാനമന്ത്രി മോദിയുടെ വിമാനം ചരിത്രപരമായ ലാൻഡിംഗ് നടത്തി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ ചൈനയെ ഒന്ന് വിറപ്പിക്കാൻ, ഞെട്ടിക്കാൻ വേണ്ടി തന്നെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങിയത്, എമർജൻസി ലാൻഡിംഗ് നടത്തിയത്? അനിൽ നമ്പ്യാർ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൽ നാച്ചുറൽ കലാമിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സഹായകരമാകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുക്കണം. അത് ചൈന എന്ന വമ്പൻ നമുക്ക് നമ്മുടെ അതിർത്തിയോട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഈ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ അത് ഉയർത്തുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ രീതിയിലുള്ള പുതിയ തന്ത്രങ്ങൾ ഒരുക്കുന്നത്. ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഇന്ന് യാഥാർത്ഥ്യമായി. അസമിലെ ദിബ്രുഗഡിലെ മൊറാൻ ബൈപ്പാസിലെ ഹൈവേ റൺവേ എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കല്പം. ഹൈവേ റൺവേ പ്രധാനമന്ത്രി രാജ്യത്തിന് ഇന്ന് സമർപ്പിച്ചു. വ്യോമസേനയുടെ C-1300J സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിൽ ഹൈവേയിൽ പറന്നിറങ്ങിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ചടങ്ങിനെത്തിയത്. ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രിയുടെ വിമാനം ദേശീയപാതയിൽ ഇത്തരത്തിൽ ലാൻഡ് ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് പിന്നാലെ വ്യോമസേനയുടെ എയർ ഷോയും അവിടെ നടക്കുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ ഹീറോ, റഫാൽ കൂടാതെ സുഖോയ് യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ റൺവേയിൽ നിന്നും പറന്നുയരുകയും ചെയ്തു. 40 മിനിറ്റ് വ്യോമാഭ്യാസം നടന്നു. അനിൽ, ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നാച്ചുറൽ കലാമിറ്റിയൊക്കെ ഒരു വശത്ത് അതിനുള്ള പരിഹാരമൊക്കെ കാണുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കപ്പെടും. പക്ഷേ ഉറപ്പായും അടിവരയിട്ട് പറയാം, ഇതൊരു ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ രൂപപ്പെടുത്തുകയാണ് രാജ്യം ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. ചൈനയെ വിറപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഭാരതം കൈക്കൊണ്ടിരിക്കുന്നത്.